ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമിൻ്റെ അമ്മ നമ്മുടെ വേദയോട് ചോദിക്കുകയാണ്, അവൻ ഇനി മനഃപൂർവ്വം ആണോ മോളെ വീട്ടിലേക്ക് വരാതെ മാറി നിൽക്കുന്നത്? അവൻക്ക് ഇനി ഈ കല്യാണത്തിന് താല്പര്യമില്ലാഞ്ഞിട്ട് എല്ലാവരെയും നാണം കെടുത്താൻ തന്നെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണോ മോളെ അവൻ വരാത്തത് എന്നൊക്കെ ആകെ സങ്കടപ്പെട്ട് ചോദിക്കുകയാണ് വിക്രമിൻ്റെ അമ്മ. ആ സമയത്ത് നമ്മുടെ വേദ അമ്മേനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണ്, നാളെ ചടങ്ങ്, അത് നടക്കും, അമ്മ വിഷമിക്കാതിരിക്കുക, നാളെ ആകുമ്പോഴേക്കും നമ്മുടെ വിക്രമേട്ടൻ വരും എന്നൊക്കെ പറയാം. ശേഷം വേദ അച്ചമ്മയുടെ അടുത്ത് സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ ചേട്ടനെ വിളിക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ എന്ന് പറയാം. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ വേദ ശ്രീയേട്ടനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, എവിടെയാണ് ഈ ശ്രീയേട്ട, എൻ്റെ വിക്രമേട്ടൻ എന്നൊക്കെ ചോദിക്കുക. അത് ചോദിക്കുമ്പോൾ ശ്രീയേട്ടനാണെങ്കിൽ ആകെ അമ്പരക്കുണ്ട്. അപ്പോൾ ആ ഒരു അമ്പരക്കിൽ കാരണം നമ്മുടെ അച്ചമ്മയ്ക്കും ഇവരാണെങ്കിൽ സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാണ് ഇതിൻ്റെ പിന്നിൽ ഈ ശ്രീയേട്ടൻ തന്നെയാണ് എന്നൊക്കെ. പിന്നീട് അച്ചമ്മയ്ക്ക് മനസ്സിലാവാണ് വിക്രം എവിടെയാണെന്ന്. അപ്പോൾ രാധയാണ് ഇതിന് പിന്നിലെന്നും രാധ ആരോടും പറയാതെ മറച്ചു പിടിച്ചിരിക്കുകയാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ വേദയുടെ അടുത്ത് പറയാണ്, ഇനിയാണ് അച്ചമ്മയുടെ ആക്ഷന്. അപ്പോൾ ഇനി നീ വേഗം റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം റെഡിയാവാൻ പറയാണ്. നിങ്ങൾ രണ്ടാളും അന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്ന അന്നത്തേക്കാളും മാറും, നിങ്ങൾ ശിവനും പാർവതിയും അല്ലേ എന്നൊക്കെ പറയാം. അങ്ങനെ അതിനുശേഷം നമ്മുടെ രാധയുടെ അടുത്തേക്കാണ് ഇവർ രണ്ടാളും പോകുന്നത് കേട്ടോ, അച്ചമ്മയും വേദയും കൂടി. ശേഷം അച്ചമ്മയും വേദയും കൂടെ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ വിക്രമിനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്